ഹലോ കൂട്ടുകാരെ, ഗുഡ് മോർണിംഗ്. ട്രിപ്പിൻ്റെ മൂന്നാമത്തെ ദിവസമാണ്. രാവിലെ തന്നെ വണ്ടി ക്ലീനിങ് ആണ്. ഇന്നലത്തെ മഴ കാരണം അകത്ത് മുഴുവൻ ചെളിയായിരുന്നു. അത് കഴിഞ്ഞ് നേരെ കുളിച്ച് ഡ്രസ്സൊക്കെ മാറി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. ഇവിടെ നമുക്ക് ഫുഡുള്ള കാര്യം കഴിഞ്ഞ ദിവസം വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ദോശയും സാമ്പാറും ആയിരുന്നു. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞപ്പം നമ്മുടെ ഗസ്റ്റ് വിളിച്ചു, അവർ റെഡിയാന്ന് പറഞ്ഞ്. അങ്ങനെ ലഗേജെല്ലാം വണ്ടിയിൽ കയറ്റി മൂന്നാറിനോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ നേരെ തേക്കടിക്കാണ് പോകുന്നത്. പോകുന്ന വഴി അവർക്കെന്താ ചോക്ലേറ്റ് മേടിക്കണമെന്ന് പറഞ്ഞു കടയിൽ നിർത്തിയതാണ്. അവിടെ നിന്ന് നേരെ മൂന്നാർ തേക്കടി റൂട്ടിലെ റിവർ വിങ് സിപ്പ് ലൈനിലോട്ടാണ് പോയത്. നമ്മുടെ ഗസ്റ്റിന് സിപ്പ് ലൈൻ വേണമെന്ന് പറഞ്ഞു. നല്ല അടിപൊളി സിപ്പ് ലൈനാണ് ഇവിടുത്തെ. ഞാൻ മിക്കവാറും ഇവിടെ കയറാറുണ്ട്. ഗസ്റ്റിനെ നേരെ സിപ്പ് ലൈൻ കയറാൻ വേണ്ടി വിട്ടു. ഈ പോകുന്നതാണ് എൻ്റെ ഗസ്റ്റ്. അവർ നല്ലപോലെ എൻജോയ് ചെയ്തിട്ടാണ് വന്നത്. അവർക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഈ സിപ്പ് ലൈൻ. അവിടെ നിന്ന് ഞാൻ പിന്നെ എൻ്റെ ഫേവറേറ്റ് റൂട്ട് വഴിയാണ് പോകുന്നത്. മൂന്നാറിൽ നിന്ന് തേക്കടി പോകുമ്പോൾ ഞാൻ സ്ഥിരം ഈ റൂട്ടാണ് ഉപയോഗിക്കാറ്. ഇതിൻ്റെ ചെറിയ പ്രത്യേകത ഇവിടെ ഉണ്ട്. ഈ റോഡിൻ്റെ ഒരു ശകലം ഭാഗം തമിഴ്നാട്ടിലും കേരളത്തിലുമാണ്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തമിഴ്നാട്ടിലെ വിൻവില്ലൊക്കെ കാണാൻ പറ്റും. മൂന്നാറിൽ നിന്ന് തേക്കടിക്ക് പോകുമ്പം ചെമ്മണ്ണാറിൽ നിന്ന് ഉടുമ്പൻചോല നേരെ പോയി കഴിഞ്ഞാൽ ഈ റൂട്ടിലെത്താം. നല്ല അടിപൊളി വ്യൂ ഉള്ളൊരു ഏരിയയാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഈ ഒരു ഏരിയ. ഗസ്റ്റിന് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ സ്ഥലം. പിന്നെ അവിടെ നിന്ന് പോകുന്ന വഴി ആമയാർ എത്തിയപ്പോൾ വണ്ടി ഒന്ന് നിർത്തി. ഇവിടെ ഒരു ഗണപതിയുടെ സ്റ്റാച്യു ഉണ്ട്. ഇതുവഴി പോകുമ്പം സ്ഥിരം ഇവിടെ ഒന്ന് വണ്ടി നിർത്തിയിട്ടാണ് പോകാറ്. ഗസ്റ്റിനെ കൊണ്ട് തേക്കടിയിലാക്കി ഞാൻ പിന്നെ ഊണ് കഴിക്കാനായിട്ട് പോയി. അത് കഴിഞ്ഞ് നമ്മുടെ ഗസ്റ്റ് വന്നപ്പം ഞാൻ പിന്നെ ബീച്ചറിൻ്റെ അടുത്തായിട്ടാണ് പോയത് ഗസ്റ്റിൻ്റെ ആക്ടിവിറ്റീസ് എടുക്കാനായിട്ട്. പിന്നെ അവിടെ നിന്ന് നേരെ ഗസ്റ്റിനെ കൊണ്ട് ഹോട്ടലിലാക്കി. ഹോട്ടൽ സാന്ദ്ര പാലസിലാണ് ഇന്ന് ഗസ്റ്റിന് സ്റ്റേ. അടുത്ത് തന്നെയാണ്. അത് കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറിയപ്പം നമ്മുടെ ഒരു സുഹൃത്ത് വന്നു. അർജുൻ അടിമാലിക്കാരനാണ്. പിന്നെ ഞങ്ങൾ പോയി ഒരു ചായയൊക്കെ കുടിച്ചു. പിന്നെ രാത്രിയായപ്പം വീണ്ടും അവൻ വിളിച്ചു ഫുഡ് കഴിക്കാൻ പോകാൻ. ഞങ്ങൾ നേരെ അവൻ്റെ വണ്ടിയെടുത്ത് പെരിയാർ കഫേയിലോട്ടാണ് പോയത്. അങ്ങനെ രാത്രിയിലത്തെ ഡിന്നറും കഴിഞ്ഞ് അവനോട് യാത്ര പറഞ്ഞ് നേരെ ഇനി ഹോട്ടലിലോട്ടാണ്. ഇന്നിനി ഉറങ്ങാനുള്ള പരിപാടിയാണ്. ഇന്നത്തെ വിശേഷങ്ങളെല്ലാം കഴിഞ്ഞു. ഇനി അടുത്ത വിശേഷങ്ങളുമായി നാളെ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് എന്നെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ബൈ.